നിങ്ങളുടെ മൊബൈൽ റീചാർജ് പ്ലാനിന്റെ കാലാവധി തീരാറായോ? എങ്കിൽ സൂക്ഷിക്കുക, അടുത്ത തവണ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോക്കറ്റ് കുറച്ചുകൂടി കാലിയാകാൻ സാധ്യതയുണ്ട്. അതെ, രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികൾ മൊബൈൽ സേവന നിരക്കുകൾ വീണ്ടും കുത്തനെ കൂട്ടാൻ ഒരുങ്ങുകയാണ്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, VI എന്നീ വൻകിട കമ്പനികളാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. പ്രമുഖ ധനകാര്യ സേവന സ്ഥാപനമായ സെൻട്രം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം അടുത്ത 4 മാസത്തിനുള്ളിൽ തുകയിൽ വലിയ മാറ്റമുണ്ടാകും. പ്ലാനുകളിൽ പരമാവധി 15% വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയൊരു തിരിച്ചടിയാകും. നിലവിലെ പ്ലാനുകളിൽ എത്ര തുകയുടെ വർധന ഉണ്ടാകുമെന്ന് നോക്കാം. 28 ദിവസത്തെ പ്ലാൻ നിലവിൽ 349 രൂപയാണെങ്കിൽ ഇനി മുതൽ അത് 389 രൂപയായി ഉയർന്നേക്കും. മീഡിയം പ്ലാൻ ഇപ്പോൾ 899 രൂപ നൽകുന്ന പ്ലാനിന് ഇനി നൽകേണ്ടത് 1007 രൂപയായിരിക്കും. വാർഷിക പ്ലാൻ 3599 രൂപയുടെ വാർഷിക പ്ലാനിന് ഇനി 4031 രൂപ നൽകണം. ഒരു വശത്ത് നിരക്കുകൾ കൂട്ടുമ്പോൾ മറുവശത്ത് ടെലികോം യുദ്ധം മുറുകുകയാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ജൂൺ മാസത്തെ കണക്കുകൾ പ്രകാരം പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിൽ ജിയോയെയും വോഡാഫോണിനെയും ഐഡിയയും പിന്നിലാക്കി എയർടെൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ജിയോ 2.14 മില്യൺ പുതിയ ഉപഭോക്താക്കളെ സ്വന്തമാക്കിയപ്പോൾ എയർടെൽ 2.98 മില്യൺ ആളുകളെയാണ് തങ്ങളുടെ ശൃംഖലയിലേക്ക് ചേർത്തത്. വോഡാഫോൺ ഐഡിയക്കാകട്ടെ 198.82 മില്യൺ ഉപഭോക്താക്കളാണ് നിലവിലുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വരുന്ന മാസങ്ങളിൽ ഡാറ്റയ്ക്കും കോളിംഗിനും നമ്മൾ കൂടുതൽ തുക ചിലവഴിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്.